ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് കോയിൻ ബാഗ്സ് ആണ്. കോയിൻ ബാഗ് എന്ന് പറയുമ്പോൾ 100 കോയിൻസ് അടങ്ങുന്ന, അതായത് RBI സീലാക്കി വിടുന്ന നാണയങ്ങളുടെ കോയിൻ പാക്കറ്റാണ്. എൻ്റെ കളക്ഷനിലേക്ക് 2 ഡിനോമിനേഷൻ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത കുറച്ച് 2 കോയിൻ ബാഗ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു കോയിൻ ബാഗ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഡിനോമിനേഷൻ വരുന്ന കോയിൻ ബാഗാണ്. ഇത് വന്നിട്ട് 1 രൂപ കോയിൻ ബാഗാണ്. 100 നാണയങ്ങൾ അടങ്ങുന്ന 1 രൂപ കോയിൻ ബാഗാണ്. നമുക്ക് മനസ്സിലാവും 1 രൂപ നാണയം ആണ്. നമ്മുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 1 രൂപ നാണയമാണ്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് 2 രൂപ നാണയമാണ്. 2 രൂപ 100 നാണയങ്ങൾ അടങ്ങുന്ന കോയിൻ ബാഗ് അടങ്ങുന്ന നാണയമാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 2 രൂപ ഒരു 100 നാണയങ്ങൾ അടങ്ങുന്ന, ഞാൻ കവർ പിടിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ വെച്ച് എടുക്കുന്നതാണ്. ക്ലിയറായിട്ട് നിങ്ങൾക്ക് നാണയം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് 2 രൂപ നാണയങ്ങൾ അടങ്ങുന്നതാണ്. 100 നാണയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കോയിൻ ബാഗ്സൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കോയിൻ ബാഗിനൊക്കെ മാർക്കറ്റിൽ വില കുറവാണ്. അപ്പോൾ ഇതെനിക്ക് വില കുറഞ്ഞ രീതിയിൽ എനിക്ക് കിട്ടിയതാണ്. എനിക്കറിയാവുന്നൊരു ഡീലർ ഏകദേശം ഒരു 100 സെറ്റോളം അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നാണയം 1 രൂപ നാണയമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലായി 2023 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. മാർക്കറ്റിൽ നമുക്ക് വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാണയങ്ങൾ നമുക്ക് സർക്കുലേഷനിൽ ഒരുപാട് കിട്ടുന്ന നാണയങ്ങളാണ് ഈ ഒരു 1 രൂപ നാണയങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നതിനെ കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാൽ ഇത് ജസ്റ്റ് ഒരു കളക്ഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. 100 നാണയങ്ങൾ അടങ്ങുന്ന ഒരു കോയിൻ പൗച്ച് അല്ലെങ്കിൽ ഒരു കോയിൻ പാക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ തന്നെ റയർ കാറ്റഗറി വരുന്ന മിൻറ്റ് മാർക്കായാലും ചില നാണയങ്ങളൊക്കെ ആയാലും, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങൾ, അതായത് ആ ഒരു നാണയങ്ങൾ നമുക്ക് കോയിൻ പാക്കായിട്ട് നമുക്ക് ഒരുപാട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കോയിൻ പാക്കൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു വില തന്നെ കിട്ടും. അതുപോലെ തന്നെ മാർക്കറ്റിൽ അതുപോലുള്ള കോയിൻ പാക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ലൊരു വില വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കോമൺ നാണയങ്ങളുടെ പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് 1-2 നാണയങ്ങൾ മേടിച്ച് വെക്കുക. ഫ്യൂച്ചറിൽ ഇതിന് വില കൂടും, ഇത്രയും നാണയങ്ങൾ പാക്കറ്റായിട്ട് ഇരുന്നാൽ വില കൂടുമെന്ന് പറഞ്ഞ് കളക്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വില കൂടാൻ ചാൻസ് ഇല്ല. ഈ ഒരു നാണയങ്ങളെല്ലാം കോമൺ കാറ്റഗറി നാണയങ്ങളാണ്. കാറ്റലോഗിൽ പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നാണയങ്ങൾക്ക് UNCക്ക് ഏകദേശം ഒരു 20 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ. പക്ഷേ ഒരിക്കലും 20 രൂപ കൊടുത്ത് ഈ ഒരു നാണയം ഒരു കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ മേടിക്കാറില്ല. അപ്പോൾ ഇതുപോലുള്ള കോയിൻ പാക്കറ്റൊക്കെ മേടിക്കുന്നതിന് മുന്നേറ്റ് നിങ്ങൾ തീർച്ചയായും നാണയങ്ങളുടെ റയറിറ്റി മനസ്സിലാക്കി കോയിൻ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം 2 രൂപ നാണയം. ഈ ഒരു നാണയം ഞാൻ ജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു നാണയം ഒരു കോയിൻ പാക്കറ്റായിട്ട് മേടിച്ചത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയില്ല. അപ്പോൾ ഈ ഒരു നാണയം 2 രൂപ നാണയത്തിനും വില കുറവാണ്. ഇതുപോലുള്ള ഈ ഒരു നാണയങ്ങൾക്കും റയറിറ്റി ഒന്നുമില്ല. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള നമുക്ക് സർക്കുലേഷനിൽ ഇപ്പോഴും കിട്ടാവുന്ന നാണയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോയിൻ പാക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു നാണയങ്ങൾ മേടിക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു നാണയങ്ങൾ റയർ കാറ്റഗറിയിലാണോ സ്കാസ് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ ഒരുപാട് നാണയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 രൂപയുടെ 2021 നോയിഡ മിൻറ്റ് മാർക്കിലെ നാണയം റയർ കാറ്റഗറി നാണയമാണ്. ആ ഒരു നാണയം നിങ്ങൾക്ക് പാക്കറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മേടിക്കാം, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 2021 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത 2 രൂപ നാണയം, ആ ഒരു നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ്. മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 200 രൂപ മുതൽ 300 രൂപ 350 രൂപയൊക്കെ പ്രൈസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലുള്ള സ്കാസും റയർ കാറ്റഗറി നാണയങ്ങൾ പാക്കറ്റായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള നാണയങ്ങൾ, അതായത് പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പൗച്ചൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചാടി വീണ് ഒരു 5-6 എണ്ണമൊക്കെ മേടിച്ച് വയ്ക്കും. ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ ആയിരിക്കും മേടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതുപോലുള്ളതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വില കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള കോയിൻ പാക്കറ്റ്സ് ഒക്കെ വരുന്നത് ഒഴിവാക്കുക. നല്ല റെയർ ആയിട്ടുള്ളതും സ്കാസ് കാറ്റഗറി വരുന്ന നാണയങ്ങൾ പാക്കറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത 2 പാക്കറ്റാണ്, അതായത് 75th ഇൻഡിപെൻഡൻസോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 1 രൂപ 2 രൂപ എന്നിങ്ങനെ അടങ്ങുന്ന 100 നാണയങ്ങൾ അടങ്ങുന്ന 2 കോയിൻ പാക്കറ്റ്സാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഇതുപോലുള്ള കോയിൻ പാക്കറ്റ്സ് ഒക്കെ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള കോമൺ പാക്കറ്റൊക്കെ നിങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.